അതെ, ഒരു 10 മിനിറ്റിൽ നമുക്ക് നല്ലൊരു ബീഫ് കറിയും അതുപോലെ നല്ലൊരു തേങ്ങാച്ചോറ് റൈസും ഉണ്ടാക്കിയെടുത്താലോ. അത് കുക്കറിൽ തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കുക്കറിൽ ചോറുണ്ടാക്കാൻ അറിയില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു ബീഫ് കറിയാണ് കേട്ടോ. നമ്മൾ പത്തിരിക്കും അതുപോലെ ഇടിയപ്പത്തിനും വെള്ളയപ്പത്തിനൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു ബീഫ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അത് നമ്മൾ വളരെ ടേസ്റ്റിയിൽ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. എന്തായാലും ഉമ്മമാർക്ക് ഉപകാരപ്പെടും കേട്ടോ. പ്രത്യേകിച്ച് റമദാനിൽ ഉപകാരപ്പെടും. അപ്പോൾ ഒന്ന് കാണാം. പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. എന്തായാലും ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നിന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടെ, ശരിയായി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു ചെറിയൊരു കഷ്ണം ഡാൽഡ എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു ഹാഫ് സവാളയും അതുപോലെ കുറച്ച് നമ്മൾ കറിവേപ്പിലയും അതുപോലെ ഒരു കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് പയ്യൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതാ നമുക്ക് നല്ലൊരു ഭംഗിക്ക് കിട്ടാനൊക്കെ ആയിട്ടും നല്ലൊരു കളർഫുള്ളായിട്ടിരിക്കാനൊക്കെ ആയിട്ട് നമുക്കിതുപോലെ ഒരു ചെറിയൊരു ക്യാരറ്റ് നന്നായിട്ട് ചീമ്പിട്ട് കൊടുക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഒരു ചോറിന് പ്രത്യേക ടേസ്റ്റ്, നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഇതുപോലെ ഒരു ഹാഫ് തക്കാളി മതി, ഒരുപാട് തക്കാളിയുടെ ആവശ്യമില്ല കേട്ടോ. ഒരു ഹാഫ് തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചെറിയ രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് വഴറ്റാനൊന്നും നിൽക്കണ്ട. ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ നമുക്കത് ഇതുപോലെ വലിയ ജീരകം ഉണ്ടല്ലോ, നമ്മൾ മസാല ജീരകം ഒരു 2 ഏലക്കയും കൂടെ കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ചെറിയൊരു കളർ ഇട്ടാനായിട്ട് മഞ്ഞൾപ്പൊടി വേണമെന്നുള്ളവർക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ചെറിയ രീതിയിൽ വെള്ള കളറിൽ തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്ന ടീമുകളുണ്ട്. അപ്പം വെള്ള കളറിലെ തേങ്ങാച്ചോറ് ഇഷ്ടമുള്ള ആളുകൾക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണ്ട കേട്ടോ. വെജിറ്റബിൾ റൈസ് ആയിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിപ്പം കുറച്ച് തേങ്ങ പാല് പിഴിഞ്ഞത് ഇതുപോലെ മിക്സിയുടെ ചാറിൽ ചിരണ്ടി നിന്ന് പാല് പിഴിഞ്ഞ് കൊടുത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1/2 കുക്കർ വെള്ളമാണ് കേട്ടോ വെച്ചേക്കുന്നത്. അപ്പോൾ 5 ലിറ്ററിൻ്റെ കുക്കറിൽ 2 നാഴി അരിയാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ 1/2 കുക്കർ വെള്ളം വയ്ക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ വെള്ളം എടുത്തോ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിപ്പം 2 നാഴി അരി ഇതുപോലെ ഒന്ന് കഴുകിയിട്ടുണ്ട്. 1/2 കുക്കർ വെള്ളമാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പം 1/2 കുക്കർ വെള്ളത്തിലേക്ക് നമ്മളിതുപോലെ അരി കഴുകി വരുമ്പോൾ മുക്കാൽ രീതിയിൽ നിൽക്കും കേട്ടോ. മുക്കാൽ കുക്കർ ലെവലിൽ നിൽക്കും. പിന്നെ നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പിൻ്റെ അളവ് അനുസരിച്ചിട്ടായിരിക്കും ചോറിൻ്റെ ആ ഉപ്പ് തന്നെ. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് കുക്കർ അടിച്ചിട്ട് ഒരു വിസിലടുപ്പിക്കുക. അപ്പോൾ ഇതുപോലെ ഒരൊറ്റ വിസിലടിച്ചിട്ട് ഞാൻ ഓഫ് ചെയ്തിട്ടു കേട്ടോ. അപ്പോൾ വേവട്ടെ. അപ്പോൾ വേവുന്ന ടൈം കൊണ്ട് നമുക്ക് ബീഫ് കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ബീഫ് കറികൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കുക്കറിൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് 10 മിനിറ്റിൽ കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, സിമ്പിളായിട്ട്. അപ്പോൾ ഇതുപോലെ കുക്കറിൽ നമുക്ക് ഇതുപോലെ ഒരു 2.5 3 സവാള ഞാൻ പരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനകത്തേക്ക് ചെറിയൊരു കഷ്ണം നമ്മൾ പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറിയിട്ടിട്ടുണ്ട്. അതുപോലെ ഒരു കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പയ്യ രീതിയിലൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. മല്ലിയുടെ ഒക്കെ ഒരു കുത്തിങ്ങനെ പയ്യ രീതിയിലൊന്ന് മാറി വരുമ്പം നമുക്ക് അതിനകത്തേക്ക് മുളക് പൊടി ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. 1.5 സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടി എന്തോരാണ് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചിയും അതുപോലെ പച്ചമുളക് കൂടെ ഒന്ന് ചതച്ച് ഇട്ടിട്ടുണ്ട്. അത് സ്കിപ്പായി പോയിട്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ഒരു ഹാഫ് തക്കാളി അതുപോലെ ഒരു കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇപ്പോൾ ഇട്ട് കൊടുത്തത് ഗ്രാമ്പു ഏലക്ക പട്ട പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു തക്കാളിയുടെയും അതുപോലെ ഒരു പച്ചമുളക് അതുപോലെ ഇതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു കുത്ത് ഒരു പച്ചക്കുത്ത് മാറി കഴിയുമ്പോൾ അത് നമുക്ക് അതിനകത്തേക്ക് നമ്മളിപ്പം ഞാനിപ്പോൾ ഒരു 1/2 കിലോ ബീഫാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ 1/2 കിലോ ബീഫ് ഇതുപോലെ നല്ല എല്ല് നെയ്യൊക്കെ ഉള്ള ബീഫാണ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഗ്രേവി ബീഫ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മളെല്ലാം കൂടെ ഇട്ട് വെച്ചാലാണ് ആ ഒരു കറിക്ക് അപ്പോൾ അതിൻ്റെതായ രീതിയിൽ പ്രത്യേക ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഒരു 1.5 ഗ്ലാസ്സോളം വെള്ളം ഇതുപോലെ എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. ഉപ്പ് നോക്കണം കേട്ടോ, ഉപ്പിട്ടുണ്ടോ നോക്കുക. അതിനുശേഷം ഇതുപോലെ നമുക്കൊന്ന് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു സിമ്മിലിട്ടിട്ട് ഒരു ഏകദേശം ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് നേരം ഒന്ന് സിമ്മിലിട്ട് അങ്ങോട്ട് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറി വേവുന്ന ടൈം ആയപ്പോഴത്തേക്കും നമ്മുടെ ചോറ് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല. കുക്കറിൽ ഇതുപോലെ നിങ്ങളിട്ട് വയ്ക്കുവാണെങ്കിൽ ആ ഒരു ചോറിൻ്റെ ലെവൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം കുക്കറിൽ ഇതുവരെ ചോറ് വെച്ച് നോക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വച്ച് നോക്കാം കേട്ടോ. റംസാനൊക്കെ ആയിട്ട് ജ്യൂസൊക്കെ കുടിച്ചിട്ട് തൊണ്ടയൊക്കെ പോയിട്ടോ. അതുകൊണ്ടാണ് തൊണ്ടയൊക്കെ അടഞ്ഞിരിക്കുക, തൊണ്ടവേദനയൊക്കെയാണ്. അപ്പം ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ എടുത്ത് സെർവ് ചെയ്യാം കേട്ടോ. അതുപോലെ ഇതുപോലെ നമുക്ക് നമ്മൾ ആ ഒരു ബീഫ് കുക്കറിൽ വെന്ത് വന്നിട്ട് നമുക്കത് നേരെ ഒരു ഉരുളിയിലേക്ക് നമുക്ക് ഇതുപോലെ കൊട്ടിയിട്ട് വറ്റിച്ചെടുക്കാം. ചാറ് നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് അത് കുറുക്കി എടുക്കത്തില്ലാന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഇപ്പം ഇത്തിരി നമ്മൾ ഗ്രേവി ബീഫ് കറി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചെറിയൊരു നമുക്ക് ഒരു ഉരുളിക്കകത്തേക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വരട്ടിയെടുക്കാം കേട്ടോ. വരട്ടിയെടുത്ത് കഴിഞ്ഞപ്പോൾ ഒന്ന് വെള്ളം വറ്റിച്ചൊന്ന് ഇച്ചിരി എണ്ണയൊക്കെ ഒഴിച്ചിട്ടൊന്ന് വരട്ടിയെടുത്താണ് കേട്ടോ. അപ്പം നല്ലൊരു കളറുമായിട്ടുണ്ട്. നമുക്ക് നല്ലൊരു പത്രിയുടെ കൂടത്തിലും ഇടിവത്തിൻ്റെ കൂടത്തിലും അതിൽ നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടത്തിലും കഴിക്കാൻ പറ്റും നല്ലൊരു ബീഫ് കറിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളിലേക്കും ഉമ്മമാരിലേക്കും ഒന്ന് ഷെയർ എത്തിക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ ഫോളോ ചെയ്ത ഫ്രണ്ട്സിനെ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ. ബൈ.